പൂക്കൾക്ക് പകരം പ്ലാസ്റ്റിക്കും മറ്റ് അജൈവ മാലിന്യങ്ങളും ഉപയോഗിച്ച മുക്കം നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഒരുക്കിയ പ്ലാസ്റ്റിക് കളം വേറിട്ട കാഴ്ചയായി. കുറ്റിപ്പാലയിലെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി ഗോഡൌണിലാണ് അത്തപ്പൂക്കളം ഒരുക്കിയത്. പൂക്കളുടെ വർണ്ണവൈവിധ്യവുമായി ഓണക്കാലമെത്തിയപ്പോൾ മുക്കത്ത് വേറിട്ടൊരു അത്തപ്പൂക്കളം. പൂക്കൾക്ക് പകരം പ്ലാസ്റ്റിക്കും മറ്റ് അജൈവ മാലിന്യങ്ങളും ഉപയോഗിച്ച് മുക്കം നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് പ്ലാസ്റ്റിക് കളം ഒരുക്കിയത്. കുറ്റിപ്പാലയിലെ MCF ഗോഡൌണിലാണ് മാലിന്യങ്ങളിൽ തീർത്ത അത്തപ്പൂക്കളം ഒരുക്കിയത്. വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമായി ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച പ്ലാസ്റ്റിക് കവറുകൾ, ഉപയോഗശൂന്യമായ പേപ്പറുകൾ തുടങ്ങിയ അജൈവ മാലിന്യങ്ങളാണ് കളമൊരുക്കാൻ ഉപയോഗിച്ചത്. ശേഖരിച്ച മാലിന്യങ്ങൾ ആദ്യം കൃത്യമായി തരംതിരിച്ചു. പിന്നീട് നിറങ്ങൾക്കനുസരിച്ച് വേർതിരിച്ച് ആവശ്യമായ വലിപ്പത്തിൽ മുറിച്ചെടുത്ത ശേഷമാണ് കളത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയത്. സാധാരണ പൂക്കളമൊരുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയവും അധ്വാനവും ഇതിനായി വേണ്ടി വന്നതായി ഹരിതകർമ്മ സേനാംഗങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് ഇപ്രാവശ്യത്തെ ഓണം എന്തെങ്കിലും ഒരു വെറൈറ്റി, എന്തെങ്കിലും ഒരു പ്രത്യേകത ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പൊ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾ തോന്നി, വീടുകളിൽ നിന്നും പിന്നെ ഷോപ്പുകളിൽ നിന്നൊക്കെ എടുക്കണേ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് ഞങ്ങൾ ഒരു പൂക്കൾ ഉണ്ടാക്കാനുള്ള തീരുമാനമായിരുന്നു ഞങ്ങളുടേത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് വീടുകളിൽ നിന്ന് ശേഖരിച്ച തുണി, പ്ലാസ്റ്റിക്കുകള്, പിന്നെ പേപ്പറുകള്, പിന്നെ പ്ലാസ്റ്റിക്കിലെ പല ഐറ്റംസ് ഉണ്ട്, അതൊക്കെ കൂടി ചേർത്ത് അരിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരോടും കൂടി ഇങ്ങനെ ഒരു പൂക്കളം ഉണ്ടാക്കിയത്. പ്ലാസ്റ്റിക് കവറുകളൊക്കെ അരിയാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് സാധാരണ പൂവ് അരിഞ്ഞെടുക്കുന്ന ലാഘവത്തോടെ അത് അരിഞ്ഞെടുക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഞങ്ങൾ കുറെ റിസ്ക് ഒക്കെ അനുഭവിച്ചിട്ട് തന്നെയാണ് ഇത് ഇങ്ങനെ ഒരു ഇത് തുടങ്ങിയത്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം മാലിന്യ സംസ്കരണത്തിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന സന്ദേശവും കളം മുന്നോട്ട് വയ്ക്കുന്നു. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഹരിതകർമ്മസേന നടത്തിയ ഈ വേറിട്ട ശ്രമത്തിന് നാട്ടുകാരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.